പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും ആശീർവദിക്കുന്നു. നീ ഇറങ്ങിപ്പോകുന്ന നിന്റെ വീടിന്റെ എല്ലാ വാതായനങ്ങളിലും ഞാൻ കർത്താവിന്റെ നാമത്തിൽ കുരിശാലേഖനം ചെയ്യുന്നു. നീ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ. നിന്റെ കുടുംബവും കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ പറഞ്ഞ കർത്താവിന്റെ നാമത്തിലെ ഞാൻ ഈ സമയത്ത്, ഈ പ്രഭാതത്തിലെ നിന്റെ കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്നു. കർത്താവെ, സമാധാനം ആ മക്കൾ അനുഭവിക്കുവാനും അതിൽ കുടികൊള്ളുവാനും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എവിടെ പോകുമ്പോഴും കർത്താവ് നിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാനും വചനത്തിൽ തെറ്റിപ്പിരിഞ്ഞ് പടല പിരിഞ്ഞ് പോകാതിരിക്കാനും കർത്താവെ, അങ്ങ് കിറൂബുകളുടെ സംരക്ഷണം അങ്ങയുടെ മക്കൾക്ക് നൽകാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ നീ ആശീർവദിക്കണമേ. കർത്താവെ, ഇന്ന് മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി, ജോലി കാര്യങ്ങൾക്ക് വേണ്ടി, സ്വദേശത്തും വിദേശത്തും മക്കൾ സഞ്ചരിക്കുമ്പോൾ അവർക്ക് വേണ്ടി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനകളാണ് കർത്താവെ, ആ കണ്ണീരിനെ നീ രക്തങ്ങളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് സ്വീകാര്യമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലരും പ്രാർത്ഥിക്കുമ്പോഴേ അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നേടിയെടുക്കേണ്ട കഴിവോ കൃപയോ ശക്തിയോ അവർക്കില്ല. കർത്താവെ, ഞങ്ങൾ നിന്റെ പീഡാനുഭവത്തിൻ്റെ ശക്തിയാൽ, കുരിശുമരണത്തിൻ്റെ ശക്തിയാൽ, അതിനേക്കാൾ വരുന്നൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയാൽ അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അവ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ കണ്ണീരുടെ അവർ വിതയ്ക്കാനുള്ള വിത്തുമായി പോകുന്നു. അവരെ ജയഘോഷത്തോടെ കൊയ്തക്കറ്റയുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനം ഇന്ന് നിൻ്റെ ജീവിതത്തിൽ പാലിക്കുകയും നീ രാത്രി തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ തിരിച്ചു വരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ, ഉടമ്പടിക്ക് ചില പരാധീനതകളുണ്ട്. നിങ്ങളുടെ ഉടമ്പടി ജീവിതത്തെ ബൂസ്റ്റ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഡെയിലി ബ്രെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം
പിന്നെ നിങ്ങളുടെ ഇന്നത്തെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ 2 കാര്യങ്ങളാണ്. ഇപ്പം ചെറിയൊരു സന്ദേശമേ തരത്തുള്ളൂ, ഒരു ക്യാപ്സ്യൂൾ പോലെ സന്ദേശം. ഇപ്പം എന്താ അച്ഛൻ പറയണ വെച്ചാൽ ഉടമ്പടി വിജയിക്കണമെങ്കിൽ ഉടമ്പടി വില്ലന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടിയിലുള്ള വില്ലന്മാരാണ് ഉടമ്പടിയുടെ കാര്യങ്ങൾ താമസിപ്പിക്കുന്നത്. ഇപ്പം കഥകളൊക്കെ വരുമ്പോൾ ഹീറോയും വില്ലനും ഇല്ലേ, ഇതുപോലെ തന്നെ ഈ വില്ലൻ എപ്പോഴും ഹീറോയുടെ മുന്നേറ്റങ്ങളെ തടയും. ഉടമ്പടിക്കും വില്ലനുണ്ട്, അത് ഈ ഹീറോയുടെ മുന്നേറ്റങ്ങളെ തടയുന്നുണ്ട്. ഇപ്പോൾ എബ്രഹാത്തിന്റെ ഉടമ്പടി ഹീറോ ആരാണ്? എബ്രഹാം തന്നെ ഹീറോ. പക്ഷേ എബ്രഹാത്തിനോട് എന്താ പറയണത്? ഈ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ അല്ലേ, ഭൂമിയിലെ മഴത്തരികളെ പോലെ ഞാൻ നിനക്ക് കുഞ്ഞുങ്ങളെ തരുമെന്നല്ലേ പറയണത്. പക്ഷെ ഒരു കുഞ്ഞിനെ കിട്ടാൻ തന്നെ എബ്രഹാത്തിന് 25 കൊല്ലം ലാഗ് ചെയ്യേണ്ടി വന്നു. അതെന്താ കാരണം? ആ വില്ലൻ ഉണ്ടായിട്ടാണ്. ആരാ വില്ലൻ അതിൻ്റെ അകത്ത്? 2 വില്ലനും വില്ലത്തിയും ഉണ്ട് അതിൻ്റെ അകത്ത്. ഇതുപോലെ തന്നെ അപ്പം നിങ്ങൾക്ക് ആരാണ് എബ്രഹാത്തിൻ്റെ ഉടമ്പടി വില്ലൻ എന്നൊക്കെ പറയാം. പിന്നെ ഒരാളുണ്ടായിരുന്നേ, ഈ മോസസും ദൈവമായിട്ട് എന്നാ ഒരു സൗമ്യത ബന്ധമാണ്. പക്ഷെ ആ ബന്ധം ഉണ്ടായപ്പോഴും മോസസിനും ഈ ജനങ്ങൾക്കും കുറേ വർഷങ്ങൾ, 40 വർഷം കഴിഞ്ഞിട്ടാണ് അവർ വാഗ്ദാന നാട് ലക്ഷ്യം പ്രാപിക്കുന്നത്. വേണമെങ്കിൽ 40 ദിവസം കൊണ്ട് പ്രാപിക്കാവുന്ന കാര്യം ഉള്ളത്, പക്ഷെ താമസിക്കുന്നു. അവിടെ വില്ലനായിട്ട് പ്രവർത്തിക്കുന്ന ആരാണെന്ന് അറിയാം? അഹ്റോൻ വില്ലനാണ്. ജനങ്ങളും വില്ലത്തരം കാണിക്കും. 2 വില്ലന്മാരുണ്ട്. ജനങ്ങളെപ്പോഴും വില്ലത്തരം കാണിക്കും. ദൈവത്തിൻ്റെ വചനങ്ങളെ മറത്തു നിൽക്കുന്നുണ്ടല്ലേ. ഇപ്പം കർത്താവിൻ്റെ ജീവിതത്തിൽ ഹീറോ കർത്താവാണ്. കവനന്റിലെ വില്ലനുണ്ട്. ആരാണ്? ആ മരുഭൂമി പ്രത്യക്ഷപ്പെട്ട പിശാചില്ലേ, അയാളാണ് വില്ലൻ. അതിൻ്റെ അകത്ത് ആ വില്ലൻ അന്ത്യത്താഴത്തിൻ്റെ ഉടമ്പടി സമയത്ത് വില്ലനുണ്ട്. യുദാസിൻ്റെ ഒക്കെ പ്രവചകർ കണ്ടിട്ടില്ലേ? അപ്പം എപ്പോഴും ഉടമ്പടിക്ക് ഒരു വില്ലനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അവര് എന്ത് ചെയ്യും? അവര് മത്സരം നടക്കും. ഉടമ്പടി പാലിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എപ്പോഴും അവർ ഗുസ്തി നടക്കും, മത്സരം. അതുകൊണ്ട് ഈശോ പറയും ദൈവരാജ്യം ബലവശമാണ്. വില്ലനുള്ളതുകൊണ്ട് അങ്ങനെ പറയണത്. മത്തായി 11:12 സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ, സ്നാപക യോഹന്നാന്റെ കാലം മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. അപ്പൊ ലക്ഷ്യം പ്രാപിക്കുക. ഉടമ്പടി ലക്ഷ്യം പ്രാപിക്കുന്നതിന് ഒരു ബലം നമുക്ക് ആവശ്യമാണ്. ഈ ബലം നമ്മൾ നേടുന്നത് വിശ്വസ്തയോടെയുള്ള ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. മനസ്സിലായി? ഇപ്പൊ പ്രേക്ഷിത പ്രവർത്തനം, ആൾക്കാർക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ അഡ്വാൻസ് രൂപങ്ങളാണ് ഇപ്പൊ കാണുന്നത്. അവരവരുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ആൾക്കാർക്ക് കൊടുക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സാക്ഷ്യം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വിശ്വാസ കൈമാറ്റം ഏത് വെയിലത്തും മഴയത്തും ചെയ്തുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ബലം പ്രാപിക്കുന്നത്. സാക്ഷ്യജീവിതമാണ് ബലം പ്രാപിക്കാൻ ഏറ്റവും നല്ലത്. കാര്യം വില്ലനുള്ള കാരണം നമുക്ക് ഇപ്പം പ്രാർത്ഥനാ ജീവിതം, അതുപോലെ തന്നെ സാക്ഷ്യജീവിതം, അതിന് സുവിശേഷ കൈമാറ്റം, ഉപവിപ്രവർത്തനങ്ങളൊക്കെയാണ് ബലം നമുക്ക് തരണത്. അതുകൊണ്ട് ഈ ബലത്തിൽ വരുമ്പോൾ പിശാച് അല്ലെങ്കിൽ ഉടമ്പടിക്കെതിരെ നിൽക്കുന്ന ശക്തികളെ നഷ്ടധൈര്യമായി പോകും. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് ആണ് ഉടമ്പടി വിജയിപ്പിക്കുന്നത്. അപ്പം ദൈവം ഉദ്ദേശിക്കുന്നത് ഉടമ്പടി കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളെ ആധ്യാത്മികമായി ബലപ്പെടുത്തുക കൂടി ഉടമ്പടി ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം. എല്ലാത്തിൻ്റെയും ഒരു മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടാൽ, നിയോഗങ്ങൾ നിറവേറാൻ താമസിക്കുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് ബലം പ്രാപിക്കാൻ നോക്കണം. സാക്ഷ്യ ജീവിതത്തിലൂടെ ബലം പ്രാപിക്കണം, പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ബലം പ്രാപിക്കണം, സുവിശേഷ വിശ്വാസ കൈമാറ്റത്തിലൂടെ ബലം പ്രാപിക്കണം. നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യണം. അപ്പോൾ ബലം പ്രാപിക്കും. അപ്പോൾ പിന്നെ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് വില്ലത്തരങ്ങളുള്ളവരെല്ലാം ഒഴിഞ്ഞു മാറും.
ഒഴിഞ്ഞു മാറും. ഇപ്പം എബ്രഹാത്തിൻ്റെ ഉടമ്പടിയിൽ ലോത്ത് ഒരു വില്ലനായിരുന്നു, സാറ ഒരു വില്ലനായിരുന്നു. ഞാൻ പറയും എബ്രഹാം ഈ വില്ലന്മാരിൽ കാര്യം ലോത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമ്മർദ്ദമുണ്ട്. ഈ സമ്മർദ്ദത്തെ പ്രതിരോധിക്കാനുള്ള സാറയുടെ നടപടിക്രമങ്ങളാണ് ഈ എബ്രഹത്തെ ദൈവത്തിൻ്റെ കുഞ്ഞിനെ കാത്തിരിക്കണ മുമ്പ് ഹാഗറിനെ പ്രാപിക്കാൻ പ്രേരിപ്പിച്ചത്. ആദ്യത്തെ ലോത്ത് ശക്തിപ്പെട്ട് എബ്രഹാം മരിച്ചു പോവുകയും ലോത്തിൻ്റെ കയ്യിൽ സ്വത്ത് അകപ്പെട്ടു പോയാൽ സാറയുടെ ജീവിതം പ്രതിരോധത്തിലാകുന്നത് കണ്ടിട്ട് അവരുടെ സ്വന്തമായിട്ടുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടി എബ്രഹത്തിന് ദുർവിനിയോഗിച്ചതാണ് സാറ. പക്ഷെ അത് ദൈവഹിതമല്ലായിരുന്നു ശരിക്കും പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അത്രയും ലാഗ് ചെയ്യണം, താമസിച്ച് നിങ്ങളുടെ പല കാര്യങ്ങളും താമസിക്കുന്നുണ്ടെങ്കിൽ ഓർക്കേണ്ട ഇതാണത്. കാര്യം ഞാൻ പറയുന്നതായിട്ട് വിഷയമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കണം. കാര്യം ഉടമ്പടി വില്ലനെ നിങ്ങൾ കണ്ടെത്തണം. കർത്താവിൻ്റെ വചനം പാലിച്ച് ജീവിക്കുന്നതിനും നിങ്ങളെ തടസ്സപ്പെടുന്ന വ്യക്തികളെ കണ്ടെത്തിയിട്ട് ആ തടസ്സം മാറ്റി മുന്നോട്ട് പോകണം. ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, മനുഷ്യന്മാരുടെ വിശ്വാസമില്ലാത്ത ആളാണ്. യോഹന്നാൻ 2:24 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 2:24. യോഹന്നാൻ 2:24. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, അവരിൽ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. ഇതാണ് കുഴപ്പം. ഈ കുഴപ്പം കിടക്കുന്ന കാലം നമ്മൾ തലകുത്തി മറിഞ്ഞാലും ദൈവം ഏക്കത്തില്ല. നമ്മൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞാലും ഇനി മുമ്പ് കളിച്ച് ദൈവത്തിനടുത്ത് ചെന്നാലും ഉരുളി നേർച്ച നടന്നാലും പറയും ഞാൻ അക്സെപ്റ്റ് ചെയ്യണില്ലെന്ന് പറയും. ഇതിൻ്റെ ദൈവവിശ്വാസ ജീവിതത്തിൽ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കുകയാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ റിസ്ക് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. ജെയ്സൺ ഈ റിസ്കിൽ ആദ്യഘട്ടം വിജയിക്കുകയാണ്. എന്താണ്? കട പൂട്ടി. ഞായറാഴ്ച കടവുള്ള ദിവസങ്ങളിലും കർത്താവിൻ്റെ ദിവസമായിട്ട് ആചരിക്കേണ്ടതല്ലേ, അതുകൊണ്ട് ആ ലാഭം വേണ്ടെന്ന് അവൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റായി. ദൈവത്തെ നമ്മുടെ വിശ്വാസത്തിൽ എടുക്കുന്നതിൽ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റായി. കാര്യം നമ്മൾ കോൺക്രീറ്റ് ആയിട്ട് ആ വിഷയത്തിൽ സ്റ്റെപ്പ് എടുത്തല്ല, ഡെഫിനിറ്റ് സ്റ്റെപ്പ് എന്ന് പറയും. കോൺക്രീറ്റ് ആൻഡ് ഡെഫിനിറ്റ് സ്റ്റെപ്പ് ദൈവത്തെ വിശ്വസിപ്പിക്കുന്നതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലിവിങ് ബ്രെഡ് നിങ്ങൾ കാണുന്നില്ലേ, എല്ലാ ദിവസവും ഉണ്ട്. അച്ഛൻ്റെ കൂടെ പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലാനുള്ളൊരു അവസരമാണത്. ആ ഡെയിലി ബ്രെഡ് അതാ ദിവസത്തുള്ള വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ ജെയ്സൺ തന്നെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ രാത്രി കിടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളെ ഇൻ്റർവ്യൂ ആണ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അനുഗ്രഹ പ്രാർത്ഥന കണ്ടുകൊണ്ട് ഞാൻ വരും, എനിക്ക് വേറെ ആസ്തിയൊന്നുമില്ല. ഡൽഹിയിലാണ് ഇൻ്റർവ്യൂ, ഷെഫിൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ അദ്ദേഹം മനസ്സിൽ തീരുമാനിക്കുകയാണ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കണ്ടുകൊണ്ട് ഞാൻ വരും, എനിക്ക് വേറെ ആസ്തിയൊന്നുമില്ല, ആ അനുഗ്രഹത്തിലാണ് ഞാൻ വന്നത്, നീ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ജീവിതം ഈ രീതിയിലാണ് ഇപ്പോൾ പോണതെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ജെയ്സൺ ഓൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ ആശീർവാദം മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ദൈവത്തോട് പറഞ്ഞ ഒരാളുണ്ട്, അയാളെ ഞാൻ ഈ സമയത്ത് അനുഗ്രഹിക്കണമെന്ന് പറയും. ഇതാണ് ദൈവമേഖല എന്ന് പറയണത്. കണ്ട, ദൈവത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങളെല്ലാം മാറണം. കണ്ടില്ലേ? രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ജെയ്സൺ മുട്ടയെന്നുണ്ട് ലിവിങ് ബ്രെഡ് കൂടുമ്പോഴാണ് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി ആശീർവദിക്കണത്. ഇൻ്റർവ്യൂ പോകുന്ന എല്ലാവരും ആശീർവദിക്കുകയാണ്. അപ്പോൾ ജെയ്സൺ അതിനുശേഷം ഡൽഹി ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഡൽഹിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇൻ്റർവ്യൂ പോകുമ്പോൾ ജെയ്സൺ പറയണത്, ഞാൻ 1/2 മണിക്കൂർ കസറിയെന്ന്. അവർ ഇൻ്റർനാഷണൽ ഇൻ്റർവ്യൂ ആണ്. ആദ്യത്തെ 12 പേര് ചികിത്സിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ്. അവരാരും എടുത്തില്ല, സംസാരിക്കാൻ പോലും 2-3 പ്രാവശ്യം സംസാരിച്ച് അവരെല്ലാം 5-6 പേര് ഇൻ്റർവ്യൂ ഇരിക്കും. ഇൻ്റർനാഷണൽ ഇൻ്റർവ്യൂ അല്ലേ. ആദ്യത്തെ സെക്ഷനിൽ നോക്കുമ്പോൾ ആൾക്കാർ ചുവരാന്ന് ഇൻ്റർവ്യൂവിന് പോകണം കാണാൻ, ഇറങ്ങി വരുന്നതും കാണാം, എല്ലാം റിജക്റ്റഡ് ആണ്. ഭയങ്കര ഷാർപ്പ് ഇൻ്റർവ്യൂ ആണ്. ഞാൻ ചെന്നതിന് ശേഷം എന്നോട് അവരൊന്നും പറഞ്ഞില്ല, എന്നോട് സംസാരിക്കാൻ അനുഭവിച്ചു. ഞാൻ 1/2 മണിക്കൂർ സംസാരിച്ചെന്ന്, ചോദിക്കുന്ന എല്ലാത്തിനും മറുപടി പറഞ്ഞു. എന്നിട്ട് എല്ലാത്തിനും മറുപറയുകയും ചെയ്തും എല്ലാം കഴിഞ്ഞ് പറഞ്ഞു, യു ആർ സെലക്റ്റഡ് ആണ്. അപ്പോൾ ദൈവമേഖല ഒരു മനുഷ്യൻ്റെ ജീവിതം തീർന്നിട്ട് തിരിച്ചു വന്ന കണ്ടില്ലേ, തീർന്നിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ തീർന്നെന്ന് വിചാരിക്കുമ്പോൾ തീർന്നെന്നല്ല ശരിക്കും പറഞ്ഞാൽ ദൈവത്തിലേക്കുള്ള തിരിച്ചു വരവാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. അവസാനം എന്താ ഈശോ പറഞ്ഞത്? തീർന്നെന്ന് വിചാരിക്കുമ്പോൾ, തീർന്നെന്ന് കരുതുമ്പോൾ അത് തീർന്നതല്ല, ദൈവത്തിലേക്കുള്ള തിരിച്ചു വരവാണ്.
ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. അപ്പോൾ ജെയ്സന്റെ കാലം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജെയ്സന്റെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മനുഷ്യൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ തിരക്കി പിടിച്ച് നടന്ന് ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യാൻ. അപ്പോൾ തിരക്കി പിടിച്ച് നടന്ന് ഉപവിപ്രവർത്തനം ചെയ്യുന്ന സമയത്ത് നാട്ടുകാരും വീട്ടുകാരും ചോദിക്കുന്നത് നിനക്കെന്ത് സംഭവിച്ചെന്ന് ചോദിക്കുന്നത്. കാര്യം നല്ല ടൂറിസ്റ്റ് സ്പോട്ടിൽ കട അടച്ചിട്ടുണ്ട് ഇവൻ കർത്താവിൻ്റെ ജോലി ചെയ്തുകൊണ്ട് നടക്കുകയും ഈ ഞായറാഴ്ച മുഴുവനും അല്ലാത്ത ദിവസം കിട്ടുന്ന സമയത്തെല്ലാം ആ കുടുംബത്തിലുള്ള 10-20 പേരെ കൊണ്ടൊന്ന് ഉടമ്പടി എടുപ്പിച്ചു. ഞാൻ ജെയ്സൺ പറയണത് അവിടെ മുമ്പിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളല്ല സാക്ഷ്യം, ഞാൻ തന്നെയാണ് സാക്ഷ്യമെന്ന്. അതായത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കണ്ടിട്ടല്ല അവർ ഉടമ്പടി എടുത്തത്, ഇതാണ് എനിക്കുണ്ടായ മാറ്റം കണ്ടിട്ടാണെന്ന്, ഞാൻ തന്നെയാണ് സാക്ഷ്യമെന്നാണ്. അതായത് ഉടമ്പടി ഒരു വ്യക്തിക്കുണ്ടാക്കുന്ന മാറ്റങ്ങളെ അവനിപ്പോൾ അശുദ്ധ സംഭാഷണങ്ങളില്ല, എല്ലാവരോടും സ്നേഹമായി പെരുമാറും, സഹായിക്കേണ്ടവരെ തിരക്കി പിടിച്ച് നടന്ന് സഹായിക്കും, സുവിശേഷ വേല ചെയ്യുന്നതിന് കൊതിയോടും ആർത്തിയോടും കൂടി നടന്ന് സുവിശേഷ വേല ചെയ്യാൻ. അപ്പോൾ പെട്ടെന്ന് ജെയ്സൻ്റെ മനസ്സിൽ മാതാവ് ഒരു കാര്യം കാണിച്ചു. കാര്യം പരിചയമുള്ള 2 ഒരു ഭാര്യയും ഭർത്താവും പിരിഞ്ഞ് താമസിക്കാൻ. കാര്യം അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്, പക്ഷേ ഇപ്പം കണ്ട തമ്മിൽ കുത്തിക്കൊല്ലും. ഭർത്താവ് ഭാര്യയെ കൊല്ലാൻ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഓർത്തന്നെ പ്രണയമൊക്കെ പറഞ്ഞ് ഭ്രാന്തി പിടിച്ച് നടക്കുന്ന ആൾക്കാർ ഓർക്കുക, അത് ഇപ്പോഴത്തെ ഒരു ആവേശമാണ്. ആവേശം കെട്ടടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ആരാണെന്നൊക്കെ മനസ്സിലായി, അവരാരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അത്ര കുന്തോ ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ കൊല്ലാൻ നടക്കുകയാണ്. പണ്ട് അവരെ കെട്ടിക്കാത്തവരെ കൊല്ലാൻ നടന്ന പാർട്ടിയാണ് ഇപ്പോൾ തന്നെത്താൻ തമ്മിൽ കൊല്ലാൻ നടക്കുകയാണ്. അപ്പോൾ ജെയ്സനോട് മാതാവ് പറഞ്ഞ് അവരെ ഒന്ന് പോയി കാണാൻ പറഞ്ഞു. കാര്യം ഭർത്താവ് ഇടയ്ക്ക് ഭാര്യ 35 വയസ്സേ അവർക്കുള്ളത്, പേടിച്ച മറ്റേ മരുമകൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയാണ്. മരുമകൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയാണ്. അപ്പോൾ അത്രയും വിഷമത്തിലാണ് അവർ താമസിക്കുന്നത്, സങ്കടപ്പെട്ട് താമസിക്കുകയാണ്. അപ്പോൾ പല ആൾക്കാരും പോലീസും പാർട്ടിയും പള്ളിയും ഒക്കെ ഇടപെട്ടിട്ട് ഈ വിഷയത്തിൽ തീരുമാനമില്ല. അപ്പോൾ ജെയ്സൻ്റെ ദൈവത്തിന് ഈ ഉപവിപ്രവർത്തനം സുവിശേഷ പ്രവർത്തനം എന്നൊക്കെ പറയണതേ, ദൈവം എപ്പോഴും നോക്കണത് പ്രൊഫഷണലി തയ്യാർ ഓക്കെയാണോ, അവർക്കത് ചെയ്യാൻ ബാധ്യത ഉണ്ടായിട്ട് അവർ ചെയ്യണതല്ല കാര്യം, മറിച്ച് അവർക്കത് വിളി ഉണ്ടാകണം. വിളിയും ബാധ്യതയും രണ്ടും 2 കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ കടലോരത്തൊരു അനക്കം ഉണ്ടായി ഓടിച്ചെല്ലും, എന്താ കാര്യം? അതിൻ്റെ വിളിയാണ്. ഞാൻ തുടങ്ങിയത് അവിടെ നിന്നാണ്, കടലിൽ നിന്നാണ് തുടങ്ങിയത്, അതിൻ്റെ വിളിയാണ്. ആര് കടലും തിരക്കില്ല, ഞാൻ പോയി തിരക്കും. കാര്യം ഞാൻ ഓഫീസിൽ ഇരിക്കുന്നതുകൊണ്ടല്ല ഞാൻ തിരക്കണത്. ചിലർക്ക് ഓഫീസ് കൊടുത്താൽ മാത്രമേ അവരെൻ്റെ അടുത്ത് വരും. ഇപ്പോൾ വില്ലേജ് ഓഫീസർ വരും, തഹസിൽദാർ വരും, ബിക്കോസ് അവർക്ക് എൻ്റെ ഓഫീസുണ്ട്, അതുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഓരോ ഓഫീസ് ഇല്ലെങ്കിൽ ഞാൻ പോകും. എന്താ കാര്യം? അത് വിളി വേറെ, ബാധ്യത വേറെ. ബാധ്യത എന്ന് പറഞ്ഞാൽ നമുക്കൊരു തന്നെ ഒരു ഒഫീഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് നമുക്കൊരു ബാധ്യത ഉണ്ടാകും. വിളി വേറെയാണ്. ഉപവി എന്നൊക്കെ പറയുന്നതൊരു വിളിയാണ്. ഇപ്പോൾ ജെയ്സനെ സംബന്ധിച്ചിടത്തോളം വിളിയാണിത്. കാര്യം ഒരു വ്യക്തി, ക്രിസ്തു വിവാഹിയായ വ്യക്തി പ്രത്യേകിച്ച്, അവർ പിരിഞ്ഞ് താമസിക്കുക പാപത്തിൻ്റെ മേഖലയിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ തമ്മിൽ കണ്ടാൽ കൊല്ലാൻ നടക്കുന്ന ആൾക്കാരെ എങ്ങനെ യോജിപ്പിക്കാൻ എല്ലാവരും പരാജയപ്പെടുകയാണ്. കാരണം ആ മിഷണറി അവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ജെയ്സ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് കിട്ടിയ ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുള്ളിക്കാരൻ വചനം തുറന്നിട്ട്, മാതാവേ ഞാനിതിന് പോകണോ വേണ്ടയോ എന്ന് ചോദിക്കും. എന്നിട്ട് കണ്ണടച്ചിട്ട് ബൈബിൾ കുത്തിവെക്കും. കുത്തി നോക്കുമ്പോൾ ബൈബിൾ നോക്കുമ്പോൾ മറിയം എലിസബത്തിൻ്റെ വീട്ടിൽ പോണത് കാണും. അപ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ എന്താണ്? ദൈവം സമീപസ്ഥനാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവിടെ നിന്ന് സങ്കീർത്തനം 145:18 തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. വാക്ക് കണ്ട സെസ് ചെയ്തിരിക്കുകയാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കല്ല, പിന്നെ ആർക്കാണ്? ഹൃദയ പരമാർത്ഥതയോടെ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഉടനെ പോയിട്ട് അപ്പം തന്നെ എന്നാൽ അച്ഛൻ പറഞ്ഞല്ലേ എന്നാൽ കുത്തിയേക്കാന്ന് ചെയ്തിട്ട് കണ്ണ് ബാബാ അടിച്ചിട്ട് കുത്തും, ബൈബിളും കയറി പോകും. അതെന്താ കാര്യം? ഹൃദയ പരമാർത്ഥതയുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഒക്കുവോ നോക്കാൻ വേണ്ടി. അതല്ല ഹൃദയ പരമാർത്ഥത. ഇത് പരമാർത്ഥതയുണ്ട് ഇതിൻ്റെ അകത്ത്. എന്താ പരമാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ചെയ്യണം? ഇയാളെ കൊല്ലാൻ നിൽക്കുകയാണ്, വൈഫിനെ കണ്ടാൽ കൊല്ലാൻ നിൽക്കുകയാണ്. അയാളടുത്ത് വൈഫിനെ കൊണ്ടുവന്ന കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്വം പറയണ്ടേ? അപ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിശ്വാസപ്രമാണം ചെല്ലിട്ട് ബൈബിള് കൈ വെക്കുമ്പോൾ കാണുന്നത് മറിയം എലിസബത്തിൻ്റെ വീട്ടിലോട്ട് പോണതാണ്. അപ്പോൾ മനസ്സിലായി, നേരെ ഈ മനുഷ്യൻ ഈ ഭർത്താവിൻ്റെ അടുത്ത് കൊല്ലാൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലും. ചെന്നിട്ട് നേരെ സംസാരിക്കും, കർത്താവിനാൽ അയക്കപ്പെട്ടവനായിട്ട് സംസാരിക്കും. കർത്താവിനാൽ അയക്കപ്പെട്ടവൻ സംസാരിച്ച് കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് ഫ്ലാറ്റാകും. പിശാചിൻ്റെ പരിപാടി അതാണല്ല. കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ അവൻ പതുങ്ങത്തില്ലേ? ചൈതന്യം കാണുമ്പോൾ പതുങ്ങുമല്ല. അപ്പോൾ ഉടനെ അയാൾ പതുങ്ങി. അയാൾ പറഞ്ഞ് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു അകന്ന് പോയെന്ന് പറയും. അപ്പോൾ ജേസൺ പറയും, ഒരു ശരി നിങ്ങൾ എൻ്റെ കൂടെ വാ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയും.
അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ ഇത്രയും കൊല്ലാതിരിക്കണ ഭർത്താവിനെ വൈഫിൻ്റെ വീട്ടിൽ നേരത്തെ കൊണ്ടുവരിക. വൈഫിൻ്റെ വീട്ടിലല്ല, മരുമകൻ്റെ വീട്ടിൽ കൊടുക്കുക. അപ്പോൾ മരുമകനും മകളും കൂടി പറയും, എൻ്റെ അമ്മേനെ തന്നിവിടത്തില്ലേ, അവർ കൊല്ലുമെന്ന് പറയും. അപ്പോൾ ജെയ്സൺ പറയും, മാതാവ് പിടിച്ചിട്ടാണ് വരുന്നത്, കൊല്ലട തിന്നട ജീവിക്കണം. അപ്പോൾ അമ്മ ജീവിപ്പിക്കുമെന്ന് പറയും. അപ്പോൾ ആ വിഷയത്തിൽ കൃത്യമായ മറുപടിയാണ് പറയണത്. അല്ലാതെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നല്ല പറയണത്, കട്ടാൻഡേറ്റായിട്ടാണ് പറയണത്. മാതാവാണ് ഇത് വിളിച്ചിരിക്കണത്, അതുകൊണ്ട് കൊല്ലാൻ പറ്റത്തില്ല എന്ന് പറയും. ഉടനെ അവർ ഇറങ്ങി വരും. അവർ ഇറങ്ങി വന്നിട്ട് ഇവർ ഒരുമിച്ച് ജീവിക്കും. ഇപ്പോൾ കുറേ നാളായി അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. അതാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഉടമ്പടിയിലൂടെ ഉണ്ടാകുന്ന സുവിശേഷ വേല. ഇതാണ് ഇപ്പം ഒരു, അതായത് ഈ ആഴ്ചയിൽ നടന്ന ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്നാണ് സാക്ഷ്യത്തിൻ്റെ കാലാവസ്ഥകളുടെ പൊക്ക് കണ്ടില്ലേ, അത് തന്നെ ഒരു ധ്യാനമാണ്. അത് ഉടമ്പടി സാക്ഷ്യമെന്ന് ഞാൻ പറയത്തില്ല, ഈശൻ നടത്തിയ ഒരു ഉടമ്പടി ധ്യാനമാണ്. കാര്യം ഓരോ സെക്ഷനിലും വളരെ ധ്യാനിപ്പിക്കണം നമുക്ക് തോന്നത്തില്ല, പക്ഷെ ധ്യാനം കൂടി ഇഫക്റ്റ് നമുക്കുണ്ടാകും. നിങ്ങളന്ന് ഇന്ന് അപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടേക്കണത് ധ്യാനിപ്പിക്കണം നമുക്ക് തോന്നത്തില്ല, പക്ഷെ നമുക്കൊരു ധ്യാനം കൂടിയ കത്താർസിസ് ഉണ്ടാകും, ഒരു സ്പിരിച്വൽ കത്താർസിസ്. കാര്യം ഇതൊക്കെ ഇങ്ങനെയാണെന്നും ഇങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും, അതായത് ഉടമ്പടിയുടെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഈ സാക്ഷ്യം എന്ന് പറയുന്നത്. കാര്യം അത്രയ്ക്ക് സുന്ദരമായ രീതിയിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് വിസ വന്നു കഴിഞ്ഞപ്പോൾ വൈഫിൻ്റെ കാര്യം സക്സസ് ആയി. കുറേ നാളായിട്ട് പെൻഡിങ്ങിൽ കിടന്ന വൈഫിൻ്റെ ജോലി സെറ്റായി. കണ്ടു നോക്കിയേ. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എന്താ പറയുന്നത് അറിയാവോ? വൈഫിൻ്റെ കാര്യം ആദ്യം സെറ്റാകാതിരുന്നതിൻ്റെ കാരണം ആ ഉടമ്പടി കാശും കളഞ്ഞു പോയതെല്ലാം എന്താണ്, എന്നെക്കൂടി വിശുദ്ധീകരിക്കാൻ ദൈവം ആഗ്രഹിച്ച കൊണ്ടാണ് ആദ്യത്തെ കാര്യങ്ങൾ നടക്കാതെ പോയെന്ന്. എന്തൊരു ജ്ഞാനമാണ്. ശ്രുതികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇതാണ് അച്ഛൻ ആദ്യം പറഞ്ഞതിന്റെ കാരണം. ഉടമ്പടിയിൽ എപ്പോഴും നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത്, നമ്മളെ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കണം. അതിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വെയിലത്തോ മഴയത്തോ എപ്പോഴാണ് ഈ പത്രമൊക്കെ കൊണ്ട് കൊടുക്കണം. പേരപ്പിക്കാൻ വേണ്ടി കൊടുക്കുകയും ചില ആൾക്കാർ അവിടെയും കൊടുത്ത്, കണ്ട അവിടെയും കൊടുത്ത് ഇവിടെയും കൊടുത്ത്, എത്ര പെട്ടെന്ന് ആ പറഞ്ഞിട്ട് നമ്മുടെ ഉത്തരവാദിത്തം തീർന്നു. സൈക്കിൾ വന്ന് ബെല്ലടിച്ചു, ഞാൻ പറഞ്ഞു മാറി നിൽക്കുക, എൻ്റെ വില കുറ്റമില്ല, 1 2 3 അങ്ങനെ പത്രം കൊടുക്കണവരുണ്ട്. അങ്ങനെ പത്രം കൊടുക്കുക, എൻ്റെ വില കുറ്റമില്ല, ഞാൻ 18 പേർക്ക് കൊടുത്ത്. ഇത് അങ്ങനെയല്ല. ചില ആൾക്കാർ നിന്ന് അവരുടെ അനുഭവങ്ങൾ പറയും. ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം എന്താണ്? പത്രം കൊടുപ്പ് തന്നെയാണ് ഉടമ്പടിയിൽ. എന്താ കാര്യം? മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് ഇതിനകത്ത് വലിയ സംഭവം. നിങ്ങളുടെ പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് 3 മാർക്കാണ്, സുവിശേഷ വേലയ്ക്ക് 20 മാർക്കാണ് ഉള്ളത്. അതാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ പത്രം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമേ അമ്മ എന്നോട് പറഞ്ഞ് പത്ര പ്രേക്ഷിതത്വം തുടങ്ങണം. ഇന്ന് 2013 പറഞ്ഞാണ്. ഞാൻ വേളാങ്കണ്ണി നിൽക്കുമ്പോൾ വിജയകുമാറിനോട് ഞാൻ പറഞ്ഞു, അമ്മ പത്ര പ്രേക്ഷിതത്തെക്കുറിച്ച് ഹോസ്പിറ്റൽ മിഷനെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തഞ്ചാവൂരിൽ നിന്ന് ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് കയറി പോകുമ്പോൾ തിരിച്ച് കോയമ്പത്തൂരിലേക്ക് വരുമ്പോൾ വിജയകുമാർ ചോദിച്ചു, നമ്മളെ ഹോസ്പിറ്റൽ മിഷൻ നടത്തുമെന്ന് പറയുമ്പോൾ നമ്മളൊരു മിഷൻ ഹോസ്പിറ്റൽ സ്ഥാപിക്കുകയല്ലേ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മിഷൻ ഹോസ്പിറ്റൽ നമ്മുടെ പരിപാടിയല്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ സുവിശേഷ വേല ചെയ്യും. അതിന് താല്പര്യമുള്ള ആൾക്കാർക്ക് പത്രം കൊടുത്തു വിടും ഫ്രീ ആയിട്ട്. അപ്പോൾ ഉടനെ വിജയകുമാർ സാറ് 10,000 രൂപയുടെ 10,000 പത്രം അടിക്കാനുള്ള പൈസ വന്നു. ഞങ്ങൾ രണ്ടും കൂടി ഇവിടെ വന്ന് തങ്കച്ചനൊക്കെ വിളിച്ചു കൂട്ടി, എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ജോമളെല്ലാം കൂടി ഇട്ട് തുടങ്ങി പരിപാടി. പത്രം കൊടുക്കാനുള്ളവർ, പ്രാർത്ഥിച്ചു കൊടുക്കാനുള്ളവർ വരാൻ പറഞ്ഞു. വരാൻ വന്നത് പകുതി മാത്രമേ കത്തോലിക്സ് വരുന്നുള്ളൂ, ബാക്കി എല്ലാവരും പകുതിയോളം വന്നവരെല്ലാം നോൺ ക്രിസ്ത്യൻസ് ആയിരുന്നു. അവർ എല്ലാ സ്ഥലങ്ങളിലും പോയി കണ്ണ് കാണാൻ മേലാത്ത അപ്പാപ്പന്മാരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പത്രം വായിച്ചു കൊടുത്തവർ. കാര്യം എന്താണ്? വിശേഷ വിദ്യയായി നിങ്ങൾ എന്താണ് ചെയ്യണത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് വേണം നമ്മൾ ഈ സംഭവം ചെയ്യാൻ. കർത്താവ് ചോദിക്കണത് എന്താണ്? നിങ്ങളെ ചോദിക്കുന്നിടത്തോളം തന്നെ കൊടുത്തിടത്തോളം തന്നെ തിരിച്ചു കിട്ടുമെങ്കിൽ പാപികൾക്ക് കടം കൊടുക്കത്തില്ലേ? നിങ്ങൾ വിശേഷ വിദ്യ എന്താണ് ചെയ്യണം? എല്ലാ കാര്യങ്ങൾക്കും എക്സ്ട്രാ എന്താണ് ചെയ്യണമെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഉടമ്പടിയിലുമുള്ള ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് വേണം ഉടമ്പടി ചെയ്യാൻ. എക്സ്ട്രാ എന്താണ് ചെയ്യണത്? ഇവിടുന്ന് പറയണ കാര്യങ്ങളല്ല. നിങ്ങൾ ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ കൃപയിൽ അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന തനത് പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട്. അതാണ് നിങ്ങൾ രക്ഷപ്പെടുത്തത്തുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പീഡാപ്പാണ് തനത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഇവിടുന്ന് പറഞ്ഞത് കൂടാതെ എന്റേതായിട്ടുള്ള സ്വന്തമായി ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കണ്ട് മനസ്സിലാക്കി നടപ്പിൽ വരുത്തുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രുതികടേ
ഹല്ലേലൂയ, 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 അധികമായി നിന്നെ അറിയിക്കുവാൻ, നിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഉടമ്പടി ഒരു ദൈവരാജ്യത്തിലെ വിരുന്ന് പോലെയാണ്. എന്താ കാര്യം? കർത്താവിൻ്റെ കഥയിലെ നിങ്ങൾ വഴിക്കവലകളിലും നാൽക്കവലകളിലും ചെന്നിട്ട് കൊള്ളാവുന്നവരെയും കൊള്ളരുതാത്തവരെയും ഒക്കെ വിരുന്നിന് വിളിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കൊള്ളരുതാത്ത, ഇപ്പോൾ ജെയ്സൺ തന്നെ ആദ്യകാല ജീവിതങ്ങൾ മോശം ജീവിതമല്ല. മോശം ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പള്ളിയുണ്ട് അങ്ങനെ ചുറ്റും. ഒറ്റപ്പള്ളിയിലും പോയി കുർബാന കാണത്തില്ല, മുഴുവൻ കാണത്തില്ല. അതല്ലേ മോശം ജീവിതം എന്ന് പറയണത്. അപ്പോൾ കൊള്ളാവുന്നവരെയും കൊള്ളരുതാത്തവരെയും ഒക്കെ മത്തായി 22:9-10. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെ എല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെ എല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുശാല നിറഞ്ഞിരിക്കണം കണ്ടില്ലേ? അതികളെ കൊണ്ട് കൊള്ളരുതാത്തവരും എല്ലാം ഉണ്ട് വിരുന്നുശാല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇനി യജമാനെ വിളിച്ചു ചേർത്ത് യജമാനം വരും. അപ്പോഴാണ് പ്രോബ്ലം. വായിച്ച് അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത കിടക്കുന്ന ചട്ടിയും എന്താ കാര്യം? വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു സ്നേഹിത, പല്ല് തേക്കാത്തവനെ, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ? അവൻ മൗനം അവലംബിച്ചു, മിണ്ടിയില്ല. അപ്പൊ അതിന്റെ കാര്യം 5-8-10 കേസുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ നിന്ന് തൽക്കാലം കേസിലും ജാമ്യത്തിനായിട്ട് ഉടമ്പടി ചെയ്തിരിക്കണത്. പക്ഷെ മനസ്സിരിപ്പ് എന്താണ്? ജാമ്യം കിട്ടിയാലും അവരുടെ പണി കൊടുക്കുമെന്ന്. അതല്ലേ? അതാണ് പ്രശ്നം. കൊള്ളരാവുന്നവരെയും കൊള്ളരുതാത്തവരെയും വിളിച്ചിരിക്കുകയാണ്. നിങ്ങളാരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ തെറ്റിൽ നിലനിൽക്കാൻ തീരുമാനിച്ചെങ്കിലേ അടുത്ത ഭാഗം വായിച്ചേ. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു. ആരോട്? എന്താ സ്നേഹിത, വിവാഹ വസ്ത്രം എവിടെയെന്ന്. എന്താ കാര്യം? കൃപയാണ് വിവാഹ വസ്ത്രം. ആദ്യം കൃപ നഷ്ടപ്പെട്ട കക്ഷികളാണ് ഇല കൊണ്ട് തുണി ഉണ്ടാക്കി, അത്തി ഇല കൊണ്ട് തുണി ഉണ്ടാക്കി ജീവിച്ചിട്ട് അവസാനം ദൈവം ഗെറ്റ് ഔട്ട് അടിച്ചത്. അടുത്ത ഗെറ്റ് ഔട്ട് അടി തന്നെ കണ്ടില്ലേ? ആദ്യത്തിനും ഗെറ്റ് ഔട്ട് അടിച്ചില്ലേ? എന്താ കാര്യം? ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചില്ല. അതുകൊണ്ട് പിന്നെ പുറത്തിറക്കിയപ്പോഴാണ് അവന്മാർക്ക് തുണിയില്ലെന്ന് മനസ്സിലായത്. അങ്ങനെ അത്തി ഇല കൊണ്ട് തുണി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ആളെ പാക്ക് ചെയ്ത് ഇപ്പം വീണ്ടും യജമാനം കയറി വരുമ്പോൾ എന്താ പറയുക? വിവാഹ വസ്ത്രമില്ലാത്ത, കൃപയില്ലാത്ത ആൾക്കാർ കണ്ടെത്തിയെന്ന്. അപ്പോൾ സ്നേഹിത എന്താ വായിച്ചോളൂ. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഇത് ഞാൻ പറഞ്ഞതാണോ? അല്ല, കർത്താവിന്റെ നിലപാടാണ്.